IPS ഓഫീസർ തന്നെയുണ്ട്. അദ്ദേഹം പോലും ഇവരെ അറിയാം. അതായത് നമ്മൾ ഈ ഫേസ്ബുക്കിനകത്ത് അതിൻ്റെ അടിയിലുള്ള കമൻസ് വായിച്ചു കഴിഞ്ഞാൽ അഡ്വക്കേറ്റുകളും മറ്റ് പല പല മേഖലകളിൽ നിന്നുള്ളവരാണ് ഇതിനകത്ത് കമൻറ്റ് ചെയ്യുന്നത്. ഇവർ വെറും അഹങ്കാരിയും ധാർഷ്ട്യവും കൂടുതലുമായിരുന്നു എന്നുള്ള രീതിയിൽ. അത് നമുക്ക് സ്വാഭാവികമായിട്ടും അത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എല്ലാ ജനത്തിനും ഒരുപോലെ വെറുപ്പിച്ച ഒരാളാണ് ഇവർ. അത് ആ ഫേസ്ബുക്കിനകത്തുള്ള ഇവരെ പറ്റി പരാമർശിക്കുന്ന എല്ലാത്തിൻ്റെ അടിയിൽ നല്ല രീതിയിൽ ചീത്തവിളി ഉണ്ടാകുന്നുണ്ട്. നല്ല രീതിയിൽ ഇവരുടെ അഹങ്കാരത്തെയും മറ്റേ താൻപോരിമയെക്കുറിച്ച് അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പം ഇത് കേവലം ഒന്നോ രണ്ടോ പേരുടെ ഒറ്റപ്പെട്ട അനുഭവമല്ല ഇവർക്കെതിരെയുള്ളത്. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അടിച്ച ഒരു വികാരമാണ്. എനിക്ക് തോന്നുന്നു മിക്ക സർവീസ് സംഘടനകൾ പോലും ഇവർക്ക് ഇതിനകത്ത് സപ്പോർട്ടായിട്ട് വന്നിട്ടില്ല. ആദ്യം തുടക്കത്തിൽ രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ തോന്നിയെങ്കിലും പിന്നീട് ആരും വന്നിട്ടില്ലാത്തത് ഇവർക്ക് ഓരോ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, ഏത് പാർട്ടി ആകട്ടെ, ഇവരിൽ നിന്ന് തിക്താനുഭവം ഉള്ളതായിട്ടുള്ളവരാണ് ബഹുഭൂരിപക്ഷം പേരും. ഇപ്പം ബഹുമാനപ്പെട്ട MLA ഗണേഷ് കുമാർ സാറ് അതിനകത്ത് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞല്ലോ, ആ ഒറ്റ വാക്യം മതി എന്താണെന്നുള്ളത് ക്ലിയറാക്കാനായിട്ട്. എന്തായാലും വളരെ നല്ല കാര്യമായി ചെയ്തു പോയത്. ഹെൽത്ത് സർവീസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു കാര്യമാണ് ഇത് ചെയ്തത്. കാര്യം ഇതുപോലെ ഇത് വേറെ ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും ഇത് കാര്യമായിട്ട് എടുത്തായിട്ട് കാണുന്നില്ല. അവർ ചുമ്മാ അതിനകത്തിരുന്ന് ഒരു സൈഡിൽ നിന്ന് ചൂട് നല്ല കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ DHSനെ മാറ്റിയത് ഉള്ള കാര്യം പറയണമല്ലോ. മുരളീധരനെ അക്കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. കാരണം DHS വളരെ നിയമസഭാ കമ്മിറ്റിയോട് പോലും ധിക്കാരപൂർവ്വം പെരുമാറുന്ന ഒരു ഡോക്ടറായി. കാരണം വെച്ചാൽ അവരെ ഞാൻ നിയമസഭാ കമ്മിറ്റിയിൽ അംഗമായിരുന്നു, ചെയർമാനായിരുന്നു പെറ്റീഷൻ കമ്മിറ്റിയുടെ. നിയമസഭാ കമ്മിറ്റിയെ എല്ലാ ഉദ്യോഗസ്ഥരും റെസ്പെക്ട് ചെയ്യാറുണ്ട്. ഇവർക്ക് യാതൊരു റെസ്പെക്റ്റും ഇല്ല. നിയമസഭാ കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശവും അവർ അനുസരിക്കത്തില്ല. ഇവർ വളരെ ധിക്കാരപൂർവ്വം പെരുമാറും എന്നുള്ളത് എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞത്.